ഇങ്ങനെയൊന്നും ഒരു ഡയറിയോ കുറിപ്പ് എഴുതി എനിക്ക് ശീലമില്ല. എന്നിരുന്നാൽ കൂടിയും ഇന്നത്തെ ദിവസത്തെ ചില നിമിഷങ്ങൾ എന്നെ മറ്റു ചില കാര്യങ്ങൾ കൂടി ചിന്തിപ്പിക്കുകയാണ്. നാലു വർഷത്തെ ബിടെക് പഠനത്തിന് അവസാനമിട്ടുകൊണ്ടായിരുന്നു ഇന്ന് ഞാൻ കോളേജിൻ്റെ പടിയിറങ്ങിയത്. ഈ കഴിഞ്ഞ 4 വർഷത്തെക്കുറിച്ച് ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ. +2 എന്നത് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ടേണിംഗ് പോയിൻ്റ് ആണെന്ന് പറഞ്ഞ് പേടിപ്പിച്ച് പഠിപ്പിച്ച അധ്യാപകർ സ്വന്തം സ്കൂളിൻ്റെ വിജയശതമാനം കരസ്ഥമാക്കി സന്തോഷം പങ്കിടുമ്പോൾ യഥാർത്ഥത്തിൽ അതിന് ഉത്തരവാദികളായ ഞങ്ങൾ പിന്നീട് അങ്ങോട്ട് വിജയിക്കുന്നുണ്ടോ എന്ന വസ്തുത ആരും വിലയിരുത്തിയില്ല. സ്വന്തമായി എനിക്കൊരു ലക്ഷ്യബോധം സൃഷ്ടിക്കാൻ മാത്രം പക്വതയില്ലാത്ത, അല്ലെങ്കിൽ അതിന് സാധിക്കാത്ത സമയത്ത് നാട്ടുകാരുടെയും കുടുംബക്കാരുടെയും അഭിപ്രായം അനുസരിച്ച് ഇല്ലാത്ത പൈസയെല്ലാം ഉണ്ടാക്കി എൻ്റെ മാതാപിതാക്കൾ കോളേജിൽ എനിക്കൊരു അഡ്മിഷൻ വാങ്ങിത്തന്നു. എന്നാൽ അന്ന് പണം കൊടുത്ത് എനിക്ക് വാങ്ങിത്തന്നത് എഞ്ചിനീയറിംഗ് വിദ്യാലയത്തിലേക്കുള്ള അഡ്മിഷൻ കാർഡായിരുന്നില്ല. ഈ വിദ്യാഭ്യാസ കെട്ടിടമുറികളിൽ പാവക്കൂത്ത് നടത്താനുള്ള സീസൺ ടിക്കറ്റ് ആയിരുന്നുവെന്ന് ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നു. പാസ് ഔട്ടാവുന്ന ഈ സാഹചര്യത്തിൽ ഇനിയുള്ള എൻ്റെ ജീവിതത്തിലെ കുറച്ച് മാസങ്ങൾ അല്ലെങ്കിൽ കുറച്ച് വർഷങ്ങളെപ്പറ്റി ചിന്തിക്കുകയാണ് ഞാനിപ്പോൾ. കോളേജിൽ നടക്കുന്ന ക്യാമ്പസ് ഇൻ്റർവ്യൂ വഴി എൻ്റെ ചില സഹപാഠികൾ ജോലിയിൽ കയറിക്കൂടിയേക്കാം. സപ്ലികൾ കുറേ ഉള്ളതുകൊണ്ട് എനിക്കത് ചിന്തിക്കാനേ അവകാശമില്ല. ഏകദേശം ഏപ്രിൽ മെയ് മാസത്തോടു കൂടി എക്സാമും എഴുതിപ്പിച്ച് വിദ്യാഭ്യാസ കച്ചവടത്തിൻ്റെ നിഷ്ക്രൂരരകളായതിൻ്റെ സർട്ടിഫിക്കറ്റും കയ്യിൽ തന്ന് ഈ കോളേജ് എനിക്ക് ടാറ്റ പറയും. പിന്നീടുള്ള നാളുകൾ തകർച്ചയുടെ നാളുകളാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആദ്യ കുറച്ച് നാളുകൾ ഓട്ടോകാഡ്, ഡിസൈൻ കോഴ്സുകൾ, അങ്ങനെ എന്തെങ്കിലും ചെറുകിട കോഴ്സുകൾ ചെയ്ത് നടക്കാം. പിന്നീട് അങ്ങോട്ട് ജോലി അന്വേഷണമായിരിക്കും. തമിഴ് സിനിമകളിൽ ഞാൻ കണ്ട ചെന്നൈയുടെയും S5 ടൂർ പോയ ബാംഗ്ലൂരിൻ്റെയും മറ്റൊരു മുഖം ഞാൻ കാണേണ്ടി വരും. ഇൻ്റർവ്യൂകളിൽ കോളേജിൽ നിന്ന് എനിക്ക് ലഭിച്ച അല്ലെങ്കിൽ ഞാൻ ആർജിച്ച അറിവുകൾ പോരാതെ വരും. ഇൻ്റർവ്യൂകളിൽ ഞാൻ നിരന്തരം ഫ്ലോപ്പാകും. അങ്ങനെ മാസങ്ങൾ കടന്നു പോകും. കൂടെയുള്ള തെണ്ടികൾ ഓരോരുത്തരായി ജോലി കിട്ടിപ്പോകും. വീട്ടുകാരുടെ ചെലവ് കുറച്ച് കൂട്ടുകാരുടെ ചെലവിൽ ചിലപ്പോൾ കഴിയേണ്ടി വരും. നല്ല രീതിയിൽ കുത്തുവാക്ക് കേൾക്കേണ്ടി വരും. കുറച്ച് നാൾ കൂടി കഴിയുമ്പോൾ ജൂനിയേഴ്സും പാസ് ഔട്ടാകും. അവർക്ക് ജോലി കിട്ടിയ പോസ്റ്റുകൾ ഫേസ്ബുക്കിൽ കാണേണ്ടി വരും. കൂടെ പഠിച്ച പെണ്ണുങ്ങൾ കല്യാണത്തിന് ക്ഷണിക്കും. അവർ മത്സരിച്ച് പ്രസവിക്കും. ജീവിത സുഖ നിമിഷങ്ങൾ അവർ ഫോട്ടോസ് വഴിയും സ്റ്റാറ്റസ് വഴിയും ഫേസ്ബുക്കിലും വാട്സാപ്പിലും നിറയ്ക്കും. ഇതിനിടയിൽ ചത്ത ശവത്തെ ആഞ്ഞു കൊത്തിക്കൊണ്ടെന്ന പോലെ പ്രേമിച്ച പെണ്ണും എന്നെ വിട്ടുപോയേക്കാം. ഇതിനെല്ലാം അവസാനം ഞാനും ഏതെങ്കിലും ഒരു കമ്പനിയിൽ ജോലിയിൽ പ്രവേശിച്ചുകൊണ്ടാവും. എന്നാലും ഞാനൊരു നല്ല എഞ്ചിനീയർ ആകണമെന്നില്ല. ഞാൻ മാത്രമല്ല, എഞ്ചിനീയറിംഗ് 100% കൂടി വിജയിച്ച വലിയ കമ്പനിയുടെ തലപ്പത്തിരിക്കേണ്ടവരുമായ എൻ്റെ സുഹൃത്തുക്കളും ഒരു നല്ല എഞ്ചിനീയർ ആകണമെന്നില്ല. കാരണം പ്രകൃതിയെ സ്നേഹിക്കാനും പ്രകൃതിയോട് ചേർന്ന് നിൽക്കുവാനും മനുഷ്യ മനസാക്ഷിയെ മനസ്സിലാക്കാനുമുള്ള അറിവ് ഒരു സിലബസിലോ ഒരു അധ്യാപകരോ എനിക്കും എൻ്റെ സഹപാഠികൾക്കും പകർന്നു നൽകിയിട്ടില്ല. ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ മറ്റു നിർബന്ധിത കാരണങ്ങൾ കൊണ്ടോ പ്രകൃതിയെ നശിപ്പിക്കുന്ന കോൺക്രീറ്റ് കാടുകൾ വെച്ചുണ്ടാക്കുന്നവരുടെ കൂടെ ഞാനും ചേർന്നേക്കാം. ഇന്ന് പ്രകൃതിയെ നശിപ്പിക്കുന്നതിൽ പകുതിയിലേറെ ശതമാനവും സിവിൽ എഞ്ചിനീയേഴ്സ് ആണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അതുകൊണ്ട് തന്നെ പ്രകൃതിയെ നശിപ്പിക്കാത്ത, പ്രകൃതിയെ സ്നേഹിക്കുന്ന, പ്രകൃതിക്ക് അനുയോജ്യമായ വർക്കുകൾ ചെയ്യുന്ന ഒരു നല്ല എഞ്ചിനീയറായി മാറുവാൻ ഞാൻ ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നു.